സോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നൊരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ ഗെയിമിൽ തന്നെ ഓൾഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന യൂട്യൂബേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഓൾഡായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു യൂട്യൂബേഴ്സിൽ 3 പേരെ നമ്മളിത് ചെക്കൗട്ട് ചെയ്യാൻ പോകണം. അവന്മാരിപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന. അവന്മാർ ഐഡിയും കാര്യങ്ങളും മെയിനായിട്ട് പറയുകയാണെങ്കിൽ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ആക്റ്റീവ് ആണോ ഇൻആക്റ്റീവ് ആണോ ജസ്റ്റ് നോക്കി നോക്കാം. പണ്ടത്തെ പോലെയാണ് ഇപ്പോഴത്തെ പോലെ ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവും, ഫേവറേറ്റ് ആവാത്തവരുണ്ടാവും, അതുപോലെ തന്നെ അല്ലാത്തവരാണവരൊക്കെ ആയാലും. ഇപ്പോൾ നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ആരുടെയൊക്കെ ഐഡിയും കാര്യങ്ങളൊക്കെ കാണേണ്ടത് നിങ്ങൾ അതും ജസ്റ്റ് കമൻറ്റ് ഇടുകയാണെങ്കിൽ അവരുടെ ഐഡിയും കാര്യങ്ങൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് എത്രത്തോളം റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അതിലൊട്ടും പറഞ്ഞ ലാഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. നേരെ വീട്ടിലോട്ട് തന്നെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ആരുമില്ല ഗൈസ്, നമ്മുടെ CG മാസ്ക് ആണ്. അതായത് പണ്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മളെ ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരനാണ്. അത് CG മാസ്ക് എന്നൊക്കെയാണ് പറയുക. നമ്മൾ ഓൾഡായിട്ട് കളിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരനാണ് നമ്മുടെ ഇന്ത്യൻ സെർവറിലല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ബഡ്ജും കാര്യങ്ങളും കിട്ടിയൊരു പ്ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് വിത്ത് മാസ്ക് ആണ് ഗൈസ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നോക്കണം, അത്രയധികം ആക്റ്റീവ്, നല്ല ബാഡ്ജും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ. പിന്നെ ഈ വോഗൺസും കാര്യങ്ങളൊക്കെയാണ്. CG മാസ്ക് ആണ്. അതുപോലെ നമ്മുടെ മാസ്റ്ററിൽ ആദ്യം കയറിയ പ്ലെയർ കൂടെയാണ്, മലയാളി പ്ലെയർ ലിസ്റ്റിൽ ഒന്നാമത് കയറിയൊരു പ്ലെയർ കൂടെയാണ് നമ്മൾ ഈ CG മാസ്ക് എന്ന് പറയുന്നതല്ല, ലിസ്റ്റിൽ കയറിയൊരു പ്ലെയർ കൂടെയാണ്. പണ്ടൊക്കെ നല്ല രീതിക്ക് ബാഡ്ജസും കാര്യങ്ങളൊക്കെ എടുത്തൊരു പുള്ളിക്കാരൻ. ഇപ്പോൾ അത്ര രീതിക്ക് ആക്റ്റീവ് അല്ല, എന്നാലും കുറച്ചൊക്കെ ആക്റ്റീവ് ആണ്. പണ്ടത്തെ അത്ര ഇല്ല, റോളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പുള്ളിക്കാരൻ ചാനലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഒഴിവാക്കിയിട്ടുണ്ട്. റീസണും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അറിയാത്തവരൊക്കെ ഡിച്ചൊന്ന് കമൻറ്റ് ഇടാൻ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും ചെയ്യുക. CG മാസ്ക് എന്ന് പറഞ്ഞ കമൻറ്റ് ഇടാൻ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ മാസ്റ്റർ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഒരുപാട്. നേരത്തെ പറഞ്ഞല്ലോ, മാസ്റ്ററിലും കാര്യങ്ങളൊക്കെ കയറിയ പ്ലെയർ തന്നെയാണ് നമ്മൾ ഈ CG മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CG മാസ്കിൻ്റെയൊക്കെ അറിയാവുന്നവരൊക്കെ അടിച്ചിട്ട് കമൻറ്റ് ഇടാം. ഓൾഡ് പ്ലേയേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ അറിയാലോ, കുറേ പേരുണ്ടാവും. ഞാൻ തന്നെ ഇവന്മാരൊക്കെ ഫാൻസ് ആവുന്നു. CG മാസ്ക് എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ആരുടെ നിന്ന് കുറേ പേർക്കൊക്കെ അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ പഴയ പ്ലേയേഴ്സിനൊക്കെ അറിയാം. രാവിലെ നീച്ച് ആദ്യം കാണുന്നത് ഈ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ വേറെ ആരില്ല ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയില്ല, ഗെയിമിംഗ് വിത്ത് മാസ്ക് എന്നതിനേക്കാളും ഒത്തിരി പേര് കണ്ടൊരു പുള്ളിക്കാരനാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോസ്. വേറെ നമ്മുടെ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റൊക്കെ ചെയ്യുന്നൊരു പുള്ളിക്കാരൻ. അതായത് എന്തൊക്കെയാണോ നമ്മുടെ ഗെയിമിലോട്ട് ഫ്രീ ആയിട്ട് വരുന്ന റിവാർഡ്, റെഡീം കോഡ്, പിന്നെ വേറൊരു കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നില്ല, മറന്നുപോയി, എന്തെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമുക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഒരു ഒരു കോഡും കാര്യങ്ങളൊക്കെ അടിച്ചാൽ കിട്ടുമല്ലോ. അതൊക്കെ ഈ പുള്ളിക്കാരെ ഇടുന്നൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് ഓൾഡായിട്ട്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് എലൈറ്റ് ഹെഡും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഈ ഒരു പുള്ളിക്കാരന് ബഡ്ജും കാര്യങ്ങളൊക്കെ ഇട്ട് 1 മില്യണോളം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോഴാണ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ കണ്ടൻറ്റ്സ് അല്ല, ഇപ്പോൾ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു പുള്ളിക്കാരൻ ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളിക്കാരൻ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ എത്ര പേർക്ക് അറിയാം ജസ്റ്റ് കമ്മ്യൂണിറ്റി. ഓൾഡ് പ്ലേസിന് എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ന്യൂ ആയിട്ട് കളിക്കാവുന്ന പ്ലേസിനൊക്കെ അറിയാൻ ചാൻസ് ഇല്ല നമ്മുടെ ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരനെ. അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ആക്റ്റീവ് അല്ല, നീ കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരും അതുപോലെ നേരത്തെ CG മാസ്കിനും തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം രണ്ടുപേരും വ്യത്യസ്ത കണ്ടൻ്റ് ആയാണ് പണ്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്നും പറയാനില്ല. CG മാസ്കിന് ഇപ്പോൾ ഒരു അക്കൗണ്ട് തന്നെ ഉള്ളൂ. ബട്ട് ആ അക്കൗണ്ട് അത്രയധികം സബ്സ്ക്രൈബോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ആയിട്ട് ഇതിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഈ ഒരു പുള്ളിക്കാരൻ. CG മാസ്ക് 6 ഇയർ ഓൾഡാണ്. മറ്റത് ഈ ഒരു പുള്ളിക്കാരൻ 7 ഇയർ ഓൾഡും കാര്യങ്ങൾക്ക് വരുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ഐഡിയ, അതായത് ഈ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ പേർക്ക് അറിയാം ഈ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല, P എന്ന് വെച്ചിട്ടാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ പേര്. ഫസ്റ്റ് അക്ഷരം P ആണ്. കുറേ പേർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആരാ എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ പറ്റി പറയുന്നത് 6 ഇയർ ഓൾഡാണ്. ഈ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താണ്. ഹെഡ് ഷോട്ട്, വൺ ടൈപ്പ് അങ്ങനെയൊക്കെ പറ്റുന്ന കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന കണ്ടൻറ്റ്സ്, അത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ്റും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിരുന്നു ഈ ഒരു പുള്ളിക്കാരൻ. ഈ പുള്ളിക്ക് 6 ഇയർ ഓൾഡാണ്. ഇപ്പോൾ നിലവിൽ അത്രയ്ക്ക് രീതിക്ക് ആക്റ്റീവ് ഒന്നല്ല. ഇപ്പോൾ ബ്ലോഗ് പോലെയൊക്കെ ചാനൽ
ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെയർ ഇമോട്ട് ഇപ്പോൾ വന്ന ഈ വീട്ടിൽ ചെയർ ഇമോട്ട്, ഫ്ലാഗ് ഇമോട്ടൊക്കെ പണ്ട് റയറായിരുന്നു. ഇപ്പോൾ കുറേ പേർക്ക് അറിയില്ലെന്ന് വിചാരിക്കുന്നു, കുറേ പേർക്കൊക്കെ അറിയാം. ഇപ്പോൾ റയറൊക്കെ തന്നെ, പണ്ടത്തെ അത്രയൊന്നും ഇല്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ ഫസ്റ്റ് ഇയർ മുതൽ കളിക്കുന്നതാണ്. പക്ഷേ ബയോയിൽ 6 ഇയർ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് മുതലേ കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈറ്റ് മുതൽ സക്കുറ ബണ്ടിൽ മുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമർ കൂടെയാണ് ഈ പുള്ളിക്കാരൻ. കുറേ പേർക്ക് അറിയാവുന്നവരും അറിയാത്തവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ഇട്ടുക, ജസ്റ്റ് ഗസ് ചെയ്തേക്കുക. പി എന്ന് വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. ഇപ്പോൾ വ്ളോഗ് ചാനലാണ് ചെയ്യുന്നത്. വ്ളോഗിങ് ആണ് കണ്ടൻറ്റ് ആയിരിക്കും. ഫ്രീ ഫയറിൻ്റെ ഓരോ കണ്ടൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വിൻസോനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഈ പുള്ളിക്കാരൻ. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. കാണാൻ വേണ്ടി ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.